ശ്രദ്ധിക്കപ്പെടാനും ഓർത്തിരിക്കാനും ഒന്നും വലിയ വലിയ വേഷങ്ങളൊന്നും വേണമെന്നില്ല. അത് നല്ല ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നമ്മുടെ കൂടെയുള്ള രാജേട്ടൻ അല്ലേ. രാജൻ പാടു, ഓർക്കണില്ലേ ഈ മുഖം? അകിടിന്റെ ലക്ഷണം കണ്ടിട്ട് ഈ പറയുന്ന 40-50 നടപ്പുള്ള കാര്യമല്ല സാർമാരെ. കാലത്തും വൈകിട്ടും കൂടി 10-12 കിട്ടിയ ഭാഗ്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അധികം പാടിട്ടാനുള്ള വഴി തീരില്ല. വെൽക്കം ടു സേവ് തൽസ. നമ്മുടെ എപ്പിസോഡ് ഉള്ളത് രാജേട്ടന്റെ വിശേഷങ്ങളായിട്ടാണ്. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം അത്യാവശ്യം ഇങ്ങനെ പോകുന്നുണ്ട്. അത് അസുഖമായിട്ടിരിക്കുന്ന പറയായി. ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ. അതായത് വേറെ ഇതിലൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെ അസുഖാണെന്നൊക്കെ. രാജേട്ടൻ നാടകമല്ലേ, നാടകക്കാരനല്ലേ? നാടകം ആണ് തുടങ്ങിയത്. അതെ. പിന്നെ സീരിയലായി, സിനിമയിലേക്ക് വന്ന് അതിന് പറ്റിയ അന്നത്തെ സുഹൃത്തുക്കളും ഒക്കെ അത്യാവശ്യം ഇപ്പൊ കാണാനില്ല. മുതലട്ടൻ പപ്പു, നെല്ലിക്കോട് ഭാസ്കരേട്ടൻ, കുഞ്ഞാണ്ടിയേട്ടൻ, അങ്ങനത്തെ ഒരുപാട് പേരുള്ള ഫ്രണ്ട്സായിരുന്നു. കലാകാരന്മാരായിരുന്നു, നടന്മാരായിരുന്നു. അവരൊക്കെ മരിച്ചു. ഇനിയിപ്പോ അവസാനം നിൽക്കുന്നത് ഞാനാ. അവസാനം ഇനി എന്തോരം പേര് കിടക്കുന്നു. വാ നമുക്ക് ചേച്ചിനെ കൂട്ടി വിശേഷം പറയാമായോ? ഭാര്യയുടെ പേരെന്താ? ഭാര്യയുടെ പേര് പേരൊന്ന് പറഞ്ഞു കൊടുക്കും. പേര് ഗിരിജ. അതാണ് ചേച്ചി. ഗിരിജ. ഇതാണ് ഗിരിജേച്ചി. ഗിരിജേച്ചി കുടുംബശ്രീയിലൊക്കെ പോയിട്ട് നമ്മൾ വന്നെന്ന് പറഞ്ഞപ്പോ ഓടി വന്നതാ അല്ലേ ചേച്ചി? നേരത്തെ കഴിഞ്ഞോ? സ്ഥിരമായിട്ട് പോവൂലേ? സ്ഥിരമായിട്ട് പോവും. പറഞ്ഞു അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ക്ലബുള്ള കാര്യമൊക്കെ, ഒരു വയോജന ക്ലബൊക്കെ ഉണ്ട്. ഭയങ്കര ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് രാജേട്ടൻ ആ ഒരു നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തിയത്? അത് സത്യനന്ദിക്കാടിന്റെ പടത്തില് ആദ്യം ചില പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ അത്യാവശ്യമുള്ളതായ സമയത്ത് ശ്രീനിവാസൻ ഉണ്ടല്ലോ, ശ്രീനിവാസൻ കൂടി എഴുതിയ സാധനമാണത് സ്ക്രിപ്റ്റ്. അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞത് നല്ലത് രാജൻപാടൂരാണ്. അങ്ങനെയാണ് വന്നത്. അങ്ങനെ സത്യേട്ടൻ പറഞ്ഞ് വിളിക്കാന്നാണ്. അപ്പൊ അതിന്റെ മുന്നേ എന്നെ അറിയാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെ പടത്തിലൊക്കെ ഞാൻ കുറെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നാടോടിക്കാറ്റ് കഴിഞ്ഞു. നാടോടിക്കാറ്റ് കഴിഞ്ഞപ്പോ അതിന്റെ അടുത്ത പടം വേറെ ഒന്നുണ്ട്. അത് ഇൻസ്പെക്ടർ ബൽറാം. ഈ നാടോടിക്കാറ്റ് കല്യാണത്തിനൊക്കെ ശേഷമല്ലേ? അല്ലേ? കല്യാണത്തിന് ശേഷമാണ്. അപ്പൊ അങ്ങനെ കുറെ പടങ്ങൾ ലാലേട്ടന്റെ കൂടെ ചെയ്തു, മമ്മൂട്ടിയുടെ കൂടെ ചെയ്തു. ആ ഒരു സീനില് എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലേട്ടനിലും ശ്രീനിസാനിലും ഒക്കെ ആ സീൻ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കറവക്കാരനായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് നരേന്ദ്രമേഘൻ ജയകാന്തൻ. അത് കുറെ കഴിഞ്ഞിട്ടാണ്. ചാക്കോച്ചനല്ലേ അത്? ചാക്കോച്ചനാണ്. ചാക്കോച്ചനാണ്. പിന്നെ വേറെ ഏതൊക്കെയാ സിനിമ? വേറെ ഒരുപാട്. എത്ര എണ്ണായെന്ന് വല്ലതും എണ്ണീട്ടുണ്ടോ? 150ന്റെ പുറത്തു പോകും. അവനാഴി. മമ്മൂട്ടിക്കാരന്റെ കൂടെ അവനാഴിയില് മമ്മൂക്കന്റെ കൂടെ കള്ളനായിട്ട് കള്ളൻകുട്ടൻ. പിന്നെ നരേന്ദ്രമേഘൻ ജയകാന്തൻ. അങ്ങനെ പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പണ്ട് ശരഭഞ്ജനം എന്ന് പറഞ്ഞ പടത്തിലാണ് കേറുന്നത്. ജയൻ ആദ്യത്തെ പടം വിൻസെന്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത മറ്റേ ഇതാണ് വയനാടൻ തമ്പാൻ. അത് കഴിഞ്ഞിട്ടാണ് പടത്തിലേക്ക് ഒഴുകിയത്. വേറെ ഈ സിനിമ അല്ലെങ്കിൽ നാടകം അല്ലാതെ വേറെ എന്താണ് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? അതിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. നാടകമുണ്ട്. നാടകം 10,000-3000 നാടകങ്ങളോളം ചെയ്തിട്ടുണ്ട്. അത് ഞാനും കുതിരോട്ട് പോപ്പെടുന്നു ആണ് മെയിനായിട്ട് ചെയ്യുന്ന ആൾക്കാർ. അത് പല സ്ഥലത്തും, കേരളം മാത്രല്ല, കോയമ്പത്തൂര്, ബാംഗ്ലൂര് അങ്ങനെയൊക്കെ പോയിട്ട് പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. 7-8 കൊല്ലത്തോളം ഒരു നാടകം തന്നെ.
ചെയ്ത്. അപ്പം ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ നാടകമായിട്ടൊക്കെ ഇങ്ങനെ പോകുമല്ലോ, അപ്പൊ ചേച്ചി ആണ് വീട്ടിലെ കാര്യങ്ങൾ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. രാജേട്ടൻ ഇങ്ങനെ ഷൂട്ടിങ് അല്ലെങ്കിൽ നാടകമൊക്കെ ആയിട്ട് ഇങ്ങനെ അതിനകത്ത് മുഴുകി നടക്കുമ്പോൾ ചേച്ചിയാണല്ലോ ഒറ്റയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ തോന്നിയിട്ടുണ്ടോ ഈ നാടകം വേണ്ടായിരുന്നു അല്ലെങ്കിൽ സിനിമ വേണ്ടായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടൊന്നുമില്ല. ഇല്ല, പരിപാടിക്കൊന്നും പോകുന്നില്ലല്ലോ. സപ്പോർട്ടായിരുന്നു, ഇഷ്ടമായിരുന്നു നാടകവും സിനിമയൊക്കെ. ആ, ഒരു മാസം കൊടൈക്കനാലിൽ പോയി ഉണ്ണികളെ ഒരു കഥ പറയാൻ ഷൂട്ടിങ്. ഉണ്ണികളെ ഒരു കഥ പറയാൻ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു കൊടൈക്കനാല്. ഉണ്ടാവുക എത്ര ദിവസം ഉണ്ടാവില്ല, പക്ഷെ അവിടെ നിക്കണം ഒരു കമൽ സാറിന്റെ അല്ലേ? സീൻ ഇത്ര ഇല്ലെങ്കിൽ പോലും നമ്മള് ഒരു മാസത്തോളം അവിടെ നിന്നിട്ടുണ്ട്. ഉണ്ട് അല്ലേ? മോഹൻലാലിന്റെയും കുതിരവണ്ടിക്കാരൻ കുട്ടികളെ. അതെ അതെ അതെ. ഉണ്ണികളെ ഒരു കഥ പറയാൻ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. അത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നല്ലോ. മൊത്തം എത്ര സിനിമയായി ഓർമ്മയുണ്ടോ? 150 പുറത്തായി. ആണ്. നാടകങ്ങൾ എത്ര കളിച്ചു? നാടകങ്ങള് ചുരുങ്ങിയത് നമ്മൾ എഴുതിയോടത്തോളം നോക്കുകയാണ്, ഒരു 3000 സ്റ്റേജോളം കളിച്ചിട്ടുണ്ട് നാടകത്തിൽ. കളിച്ചിട്ടുണ്ട്. അത് പല സ്ഥലത്തും, കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും കൂടെ ഉള്ളത്. കാർണിവൽ ഷോ എന്നുള്ള മാതിരി അങ്ങനെ അത് ഡാൻസ്, പാട്ട്, മാജിക് അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റേജ് ഷോ ഉണ്ടല്ലോ ഈ എക്സിബിഷന്റെ മാതിരി. ഈ എക്സിബിഷൻ അതിൽ സ്ഥിരം നാടകം ഉണ്ടാവുമല്ലോ, 90 ദിവസം ഉണ്ടാവും. 90 ദിവസം ഉള്ള നാടകം ലാസ്റ്റിലെ നാടകം വെക്കുക. ആ 90 നാടകവും ഞങ്ങള് ഓരോ ദിവസവും പുതിയ പുതിയ നാടകങ്ങളാണ് കളിക്കുക. ഈ 90 ദിവസം ഓരോരോ നാടകം കളിക്കും. 90 നാടകം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആണോ? അത് ആരാണ് അതിന്റെ? ഞാനും കുതിരട്ടും പോയിട്ടു. അതെ അതെ, അത്ര എളുപ്പമായിരുന്നു നമ്മുടെ കുതിരവട്ടം പപ്പണ്ണായിട്ട്. അത് എന്തുണ്ടെങ്കിലും ചോദിക്കും. അങ്ങനത്തെ വലിയ നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് കിട്ടേണ്ടതായ വേഷങ്ങൾ എന്നിലേക്ക് വന്നിട്ടില്ല. കാരണം സിനിമയിലുള്ള ഒരുപാട് പേരോട് അത്രയും സൗഹൃദമുണ്ട്, എനിക്ക് കഴിവുകളുണ്ട്. അത്രയും നാളും നാടകത്തിലുണ്ടായിരുന്ന അത്ര കഴിവുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വേഷങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം തോന്നാറില്ലേ? ഒരിക്കലും തോന്നിയില്ല. കാരണം ഈ നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് അവിടെ ചെല്ലുമ്പോഴും അറിയാം. ചെല്ലുമ്പോൾ പറഞ്ഞാൽ ആ ക്യാരക്ടർ പറഞ്ഞു തരും. പറഞ്ഞു തന്നാൽ നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യുക. ഒരു വർത്തമാനം, ഒരു സംസാരവും ഇല്ല, ഒന്നുമില്ല. ഒക്കെ ജോലിയും പറഞ്ഞ് സന്തോഷമായിട്ട് അല്ലാണ്ട് എനിക്ക് വലിയ റോള് കിട്ടിയില്ല, എനിക്ക് അത് കിട്ടിയില്ല, എനിക്ക് ഇത്ര കിട്ടിയില്ല, അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല. ഒരു യഥാർത്ഥ കലാകാരൻ അല്ലേ? അതായത് നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടം അഭിനയിക്കാൻ മാത്രമാണ്. അത് ചെയ്യുന്നു, അത് ജീവിക്കാനായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അത് ചെയ്യുന്ന കഴിവിന്റെ പരമാവധി ചെയ്യാ. അങ്ങനെ ചെയ്ത് കുറെ ഒരുവിധം വലിയ വലിയ നടന്മാരെ കൂടെ അഭിനയിക്കാനുള്ള ഒരു കഴിവ് കിട്ടി. അത് അവസരം കിട്ടി. അതെ, അതും അവരാർക്കും തടസ്സമില്ലാതെ അവരഭിപ്രായം തന്നെ രാജനല്ലേ, നല്ല അത് മതി നമുക്കും അതാണല്ലോ ഇഷ്ടം അല്ലേ? ഇപ്പൊ നാടോടിക്കാറ്റിന് ചന്ദ്രപ്പണിക്ക് മോഹൻലാല് പറഞ്ഞതാ, ചേട്ടൻ മതി. അത് കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ്. അത് കാശില്ല പ്രശ്നം അല്ല, അതാ ജനങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇപ്പൊ ഈ വീഡിയോ വരുമ്പോ കണ്ടോ, ഓരോരുത്തർ ഇപ്പൊ എഴുതാൻ തുടങ്ങും, ഇന്ന സിനിമയിൽ ഇന്ന ക്യാരക്ടർ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അതവർ ഓർമ്മിച്ച് അതിനെ കുറിച്ച് സംസാരിക്കും. അതെ. ചേച്ചിക്ക് ഇപ്പൊ ഈ നാടോടിക്കാറ്റിലെ ഒരു സീൻ ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് പിന്നെ ഏതാണ് ചേട്ടന്റെ ഇഷ്ടമുള്ളത്? മക്കൾക്കൊക്കെ അബ്കാരി, മമ്മൂട്ടിക്ക, അവനാഴി, അതൊക്കെ അവനാഴിലെ കള്ളംകൂട്ടൻ കഥാപാത്രം. അത് രാജേട്ടനും ഇഷ്ടമാണല്ലേ? അതാണ് അത് ആദ്യമേ പറഞ്ഞു അത് ഇഷ്ടമാണെന്നുള്ളത് അല്ലേ? അല്ല, മമ്മൂട്ടിക്ക് തന്നെ മൂപ്പർക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവനാഴി. ആ കള്ളംകൂട്ടനായിട്ട് അഭിനയിച്ച ബിരിയാണി സത്യം പറയില്ല അടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞത്. അതിന് മൂപ്പര് SI ആയിട്ടാ നമുക്ക് അത് വേദന വന്നപ്പോ പറഞ്ഞു, ഞാനാണ് ശ്രീനിവാസന്റെ ക്യാമറ കട്ടതാ സംഭവം. ശ്രീനിവാസന്റെ ക്യാമറ കട്ടാണ് പിടിച്ചത് അല്ലേ? അത് എന്ത് ചെയ്തിട്ടും തുറന്നു പറഞ്ഞില്ല. ബിരിയാണി വാങ്ങിക്കൊടുത്ത്
സത്യം പറയിപ്പിച്ചു. ഓ അടിച്ചിട്ടും പറഞ്ഞില്ല. അല്ല അടിച്ചിട്ടാ പറഞ്ഞത് ബിരിയാണി വന്നപ്പോ പറഞ്ഞില്ല. ഇല്ല ബിരിയാണി നല്ല സുന്ദരമായിട്ട് തിന്നു. ബിരിയാണി തിന്ന് സുഖമായിട്ട് കോട്ടയം വന്ന് പോയി. എന്നാ പറയ കുട്ടാ എന്താ സംഭവിച്ചത്? ഇല്ല അറിഞ്ഞില്ല. അതോടുകൂടി പറഞ്ഞു പോയില്ലേ? ഭയങ്കര അടിയല്ലേ മമ്മൂക്കന്റെ അടി കൊണ്ടിട്ട് പറഞ്ഞ കേട്ടാണ്. ശരിക്കും അടിക്കുമോ സിറ്റുവേഷനില്? ഞാൻ ചുമ്മാ ചോദിച്ചാട്ടോ. ആവേശം കൊണ്ട് അതെ അതെ നാച്ചുറൽ ആയിട്ട് അത് അല്ലെ, അത് നാച്ചുറാലിറ്റി തോന്നണല്ലോ. എനിക്ക് പറ്റിയിട്ടുണ്ടാകും. ആണോ? ഏതിലാണത്? നടന്ന് എനിക്ക് ഓർക്കണില്ല. അവസാനം ജയിലിൽ മറ്റേ റൂം കൊണ്ടിടുന്ന ഇട്ടിട്ട് അവിടുന്ന് പുറത്തേക്ക് വരും. അപ്പൊ ആ ഒരു കള്ളന്റെ വാവള കൊണ്ടാണ് പിടിച്ചോണ്ടിരുന്നത്. ഓ പോലീസുകാര്. അപ്പൊ അങ്ങനത്തെ ചില രൂപങ്ങളുള്ള പടങ്ങളുണ്ടല്ലോ. അതിന് നമ്മള് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള കളവ് ഏത് കള്ളനും പറയല്ലോ. അത് രക്ഷപ്പെടാൻ കഴിയില്ല. പാർവതിനെ കല്യാണം കഴിക്കുന്ന സീനുണ്ടോ? അതേതാ സിനിമ? അത് എനിക്ക് ശരിക്കും ഇപ്പൊ ഓർമ്മ. ചേച്ചി ഓർക്കണ്ടോ ഏതാന്ന്? ഓർക്കണില്ലേ? മമ്മൂക്കന്റെ പടവാ? അന്നത്തെ ഡയറക്ടർ ഐ വി ശശിസാറിന്റെ. ഓ മൂപ്പർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പടത്തിലും മിക്കവാറും വിളിക്കും. കാരണം രാജനെ വിളിക്കും. അതെയോ? അപ്പൊ അങ്ങനെ കുറെ അഭിനയിച്ചു ജീവിതത്തില്. അതുകൊണ്ട് എവിടെ പോയാലും ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിയുന്നവരുണ്ടാവും. പിന്നെ നമ്മള് വീട് പോയാലൊന്ന് എടുക്കാനോ കൊണ്ടുപോകാനോ എന്തിനെങ്കിലും ഒരു സഹായം ആരെങ്കിലൊക്കെ കാണും ഇവിടെ അല്ലേ? എത്ര വയസ്സുണ്ട് ഇപ്പൊ രാജേട്ടന്? ഇപ്പൊ 72 കഴിഞ്ഞു. 75 വയസ്സായി. എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ നാടോടിക്കാറ്റിലെ ഡയലോഗ്. ചേച്ചിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. ഓർക്കണ്ടോ ഡയലോഗ്? ഉണ്ടേ പറയുവോ? ഞാനാണെന്ന് വിചാരിച്ചോ ദാസനോ വിജയനോ ആരെങ്കിലും? പറയുന്നേ. അപ്പൊ അത് പാലും കയറും അവിടെ കൊണ്ടുവച്ചിട്ട് വെച്ച് ഞാൻ എടുത്തോ പറയുമ്പോ എത്ര കിട്ടിയോ അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്നില്ല. ഒരു 1.5 ലിറ്റർ ഉണ്ടാവും. അവൻ പറഞ്ഞു 8 ലിറ്റർ കിട്ടും നോക്കി. അവരെ മോനെ വിളിച്ച് കറപ്പിക്കുന്നു. പിന്നെ വേണ്ട, എനിക്ക് ഉള്ള പൈസ കൊണ്ടോ തന്നാ മതി, ഞാനോട്ട് പോവാൻ. അല്ല പൈസ തന്നാല് അതിപ്പോ ഉണ്ടാവില്ല അല്ലേ? ഞാൻ കയറെടുത്ത് അങ്ങോട്ട് പോവും. ആ പാലും കൊണ്ട് അങ്ങോട്ട് പോവും. അതോടുകൂടി എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് ഈ രാജൻ പാടൂർ എന്ന് പറയുന്ന നടൻ അങ്ങോട്ട് കയറിയിരുന്നു. അത്ര നാൾ ശ്രദ്ധിക്കാത്തവർ പോലും അന്ന് തുടങ്ങി ശ്രദ്ധിച്ചു തുടങ്ങി. ഇല്ലേ? സത്യല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. നല്ല പടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഒത്തിരി പടങ്ങളുണ്ട്, ഒരുപാട് നാടകങ്ങളുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെ കുറെ നാള് ആളുകളിലേക്ക് ശ്രദ്ധിക്കപ്പെടും അല്ലേ? ലാസ്റ്റിലുള്ള കോമഡി കാണിക്കാതെ തന്നെ ഡയലോഗ് കോമഡിയായി. അത് കോമഡിയായി. അത് ശ്രീനിവാസന്റെ എഴുത്ത് വളരെ ജനങ്ങൾ പൊട്ടിച്ചിരിക്കുന്ന ഡയലോഗുകളാണ്. 10-22 കൊല്ലമായി നാടോടിക്കാറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് കളിച്ചുകൊണ്ടിരിക്കുക. സത്യം. അതെ, നമ്മൾ അതേ ഒരു ഇതിൽ തന്നെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും മടുപ്പ് വരുന്നില്ല. അതാണ് കണ്ടവര് തന്നെ കാണുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോഴും അതുകൊണ്ട് ചിരിക്കുമല്ലേ നമ്മള്? അതാണ് നമ്മൾ ആവർത്തിച്ച് കാണാനായിട്ട് പറ്റുന്ന, ആവർത്തിച്ച് ചിരിക്കാൻ പറ്റുന്ന കോമഡിയൊക്കെ ചിലപ്പോൾ കുറെ നാൾ കേട്ടുമ്പോൾ നമുക്ക് കോമഡി അല്ലാതായി മാറും. പക്ഷെ ഇത് അങ്ങനെയല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പൊ നമുക്ക് 3 പേര് കൂടി അങ്ങ് വൈൻഡപ്പ് ചെയ്ത് പോയേക്കാം, നിർത്തിയേക്കാം അല്ലേ? അപ്പൊ താങ്ക് യു കേട്ടോ. ചേച്ചി ഓടി വരുമായിരുന്നു, കുടുംബശ്രീന്നൊക്കെ ഓടി വന്നു. ചേച്ചി ഓട്ടോ പിടിച്ചു വന്നു. ഇനി വലുതായിട്ട് വലിയ ക്യാമറ ആയിട്ട് വരണം. വലിയ ക്യാമറ ആയിട്ട് വരാം. താങ്ക് യു കേട്ടോ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.